അതായത് രണ്ടാമത്തെ ഇന്നിംഗ്സിൽ ബോളിംഗ് നിര നിരാശപ്പെടുത്തി എന്നതാണ് ഈ ടെസ്റ്റിൽ ഇന്ത്യൻ പരാജയത്തിന്റെ മറ്റൊരു പ്രധാന കാരണം. ആദ്യ ഇന്നിംഗ്സിൽ ഫൈഫറുമായി ബോളിംഗിന് ചുക്കാൻ പിടിച്ച സ്റ്റാർ പേസർ ബുംറ രണ്ടാം ഇന്നിംഗ്സിൽ അദ്ദേഹത്തിന് വേണ്ടത്ര ഫോമിൽ പന്തെറിയാൻ വന്നതോടെ വിക്കറ്റുകൾ ലഭിക്കാതിരുന്നതോടെ അതീവ ദുഷ്കരമായി തീരുകയായിരുന്നു ഇന്ത്യക്ക് വിജയലക്ഷ്യം. നമുക്കറിയാം, പിന്നീട് പ്രസിദ്ധ് കൃഷ്ണ ഇന്ത്യക്ക് വിക്കറ്റ് നേടിയിട്ടുണ്ടെങ്കിലും ഒരു ഓവറിൽ 6 മുകളിലുള്ള ശരാശരിയിലാണ് അദ്ദേഹം റൺസ് വഴങ്ങിയത്. ഏതാണ്ട് ഒരു ദിൻഡ അക്കാദമിയിൽ അദ്ദേഹത്തെ ചേർക്കേണ്ട സമയമായി തരത്തിലുള്ള ട്രോളുകളൊക്കെയും ഇപ്പോൾ തന്നെ ഇറങ്ങി വരുന്നുണ്ട്. കാരണം ഇത് 6 മുകളിൽ റൺസ് വഴങ്ങുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊക്കെ ഏകദിന മത്സരങ്ങളിലോ അല്ലെങ്കിൽ T20 മത്സരങ്ങളിലോ ഒക്കെ ആണെങ്കിൽ മികച്ചൊരു സ്പെല്ലായിരിക്കും. പക്ഷെ ടെസ്റ്റിൽ 6 മുകളിൽ റൺസ് വഴങ്ങുക എന്ന് പറയുമ്പോൾ തീർച്ചയായും പ്രസിദ്ധ് കൃഷ്ണ ഈ ടീമിൽ വേണോ എന്നുള്ളത് ചിന്തിക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ്. ക്രോളിയ സ്ലിപ്പിൽ KL രാഹുലിന്റെ കൈകളിൽ എത്തിച്ചുകൊണ്ട് അദ്ദേഹം ടീമിന് ബ്രേക്ക് ത്രൂ നൽകിയെങ്കിലും ഒല്ലി പോപ്പിനെ പിന്നീട് ക്ലീൻ ബോൾഡ് ആക്കുകയും ചെയ്തു എങ്കിലും അദ്ദേഹത്തിന്റെ ബോളിംഗ്, അദ്ദേഹം വിക്കറ്റ് നേടിയിട്ടുണ്ടെങ്കിലും ആ ബോളിംഗ് ഫോം വളരെ വലിയ ഒരു കൺസേൺ തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാം 5 സെഞ്ചുറികൾ നേടിയ ഒരു ടീം ഒരു ടെസ്റ്റ് തോൽക്കുന്നത് 118 വർഷങ്ങൾക്ക് ശേഷമാണ്.